നവകേരള സദസ്സ് കനത്ത മഴയിലും പത്തനംതിട്ടയിൽ നിറഞ്ഞ സദസ്സിൽ മുന്നേറുകയാണ്. ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങൾ അതിശക്തമായി തന്നെ മുന്നേറുന്നു. എന്തായാലും ഒരു ചായക്കടയിൽ എത്തിയപ്പോഴാണ് നമ്മൾ മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ കണ്ടത്. ചായ കുടിച്ചുകൊണ്ട് മഴ ആസ്വദിച്ചുകൊണ്ട് നവകേരള സദസ്സിൻ്റെ പല മേഖലയിലേക്കും അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് പോകുമ്പോൾ വലിയ ജനസഞ്ചയമാണ് എല്ലാ മേഖലയിലും. പക്ഷേ കറുത്ത ബലൂണൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പറത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം പല മേഖലയിലും തുടരുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രതിഷേധത്തിന് യാതൊരു കുറവുമില്ല. ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാർ അവരെ തടുക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നു എന്നാണ് അവരുടെ ആക്ഷേപം. അത് ശരിയാണോ? ഇല്ലെന്ന് ഇത് ഒന്ന് എന്തിനാ ഈ അഭ്യാസം കാണിക്കണത്? ഞാൻ അത് ചെയ്തെന്നിരിക്കട്ടെ. പക്ഷേ എടുത്തിയാടാനൊക്കെ പോകുമ്പോഴല്ലേ തടയൊക്കെ ചെയ്യുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അവരും എല്ലാം പ്രകടിപ്പിച്ച് പോയിക്കോട്ടെ എന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു ദിവസം ബസ്സിലിരുന്ന് പറയുന്നത് കേട്ടു. അങ്ങനെയാണ് ഞാൻ കുഴപ്പമില്ല ഒരു വീശുന്നത്. അപ്പോൾ ആ രീതിയിൽ എടുത്തേച്ചാൽ മതി ഇതിനൊക്കെ. ഇത് കൂടുന്നൊന്നും കരുതണ്ട, അത് നിങ്ങൾ കൂട്ടുന്നതാവും. വല്ല ഇടവഴിയിലും ആരൊക്കെ തമ്മിലെന്നാണോ പറയുന്നത്? ഈ പ്രതിഷേധത്തിനൊന്നും ആളൊന്നുമില്ല. ഞാനത് അന്വേഷിച്ച് റോട്ടിൽ പോലും അല്ല, ഇടവഴിയില്ല, അവിടെ നിൽക്കുകയാണ്. ഈ ഇത് വരുമ്പോൾ ബസ് വരുമ്പോൾ ഓടി വരാൻ, അപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി വേറെ കുറച്ച് പേര് വരുന്നത്. അപ്പോൾ അവർ കറുത്ത കൂടി കണ്ടപ്പോൾ അവരുമായിട്ട് എന്താ തർക്കണം. ഒക്കെ ഈ സ്ക്രിമിഷസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുക. അന്ന് വലിയ പ്രശ്നം ഞാൻ ആക്കത്തില്ല. ഒന്നൊരു മുൻകരുതൽ എടുക്കണ്ടല്ലോ. ഇങ്ങനെ പ്രതിഷേധം നടക്കുമ്പോൾ അവിടെ പോയിട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ തടയുക, അത് ആവശ്യമുള്ള കാര്യമാണോ? അങ്ങനെ പോയി തടയണമെന്നൊന്നുമല്ല. അവർക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ആരെങ്കിലും തീരുമാനം എടുത്തിട്ട് വരുന്ന ആ ഇടവഴിയിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് ഇവരോട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വരുമ്പോയാൽ നിങ്ങൾക്ക് പത്രക്കാർക്ക് അറിയാം ഇവിടെ പോളി വെക്കാൻ പോണത്. ഇവിടെ നമുക്കൊന്നും അറിഞ്ഞുകൂടാ. യാദർച്ഛികമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്, അല്ലാതെ ആരും തീരുമാനിച്ചൊന്നുമല്ല. യഥാർത്ഥത്തിൽ അവർ സമാധാനപരമായിട്ട് പ്രതിഷേധിക്കട്ടെ. അതിനെന്താ പ്രശ്നം? വല്ല പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആളുകൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഈ പ്രതിഷേധം പോലെ ഉണ്ടാകും. നമ്മളാണ് പറയുന്നത്, അതായത് ഇടതുപക്ഷമാണ് പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പറയുന്നത് സമരങ്ങളോട് ശരിയല്ല എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നു വന്നത് സമരത്തിന് തീച്ചുളയിൽ നിന്നല്ലേ? ഇല്ല, നിങ്ങൾ കൊടി പൊക്കിക്കുമെന്ന് ഇവിടെ പ്രതിഷേധിച്ചു, പക്ഷേ വാരത്തിന് മുമ്പോട്ട് ചാടരുത്. അതല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് ലെവലെടുത്ത് വെച്ചാൽ അതിൻ്റെ അപ്പുറമൊന്നും നടക്കണമെന്നില്ല ഈ കേരളത്തിൽ. പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രതിഷേധം കേരളത്തിൽ അലയൊടിച്ച് ഉയരണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും. പക്ഷേ കേരളത്തിലെ മനസ്സ് അങ്ങനെയല്ല. അതുപോലെ ഫ്രിഞ്ച് എലമെൻസ് ചെയ്യുന്ന കാര്യം മാത്രം ഞാനത്ര ഗൗരവത്തിൽ നിർത്തുന്നു. ഈ നവകേരള സദസ്സിൻ്റെ ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ പോയല്ലോ, 3ാമത്തെ സ്ഥലത്ത് നല്ല ആളുണ്ട്. എങ്ങനെയുണ്ട് അങ്ങയുടെ ഒരു നോട്ടത്തിൽ? എങ്ങനെയുണ്ട്? ഇന്നിപ്പോൾ നല്ല മഴയാണ്. പോരാത്തതിന് ഞായറാഴ്ചയാണ്, ആരാധനയുള്ള ദിവസമാണ് പത്തനംതിട്ടയിലൊക്കെ. അപ്പോൾ എന്നിട്ടും തിങ്ങി നിറഞ്ഞ് ആളുകളാണ്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈറ്റുള്ളൊന്നും അല്ലല്ലോ പത്തനംതിട്ട. പക്ഷേ എന്നാലും ആളുകൾക്ക് ഇതിനോടൊരു താല്പര്യം, മുഖ്യമന്ത്രി ഒന്ന് കാണണമെന്ന് ആഗ്രഹം, ആളുകൾ വരുന്നുണ്ട്. ഇതൊരു കാര്യം ചെയ്തിരിക്കുന്നത്, CPM സംഘടന മിഷണറി ആകെ ഉഷാറായിട്ടും ജനങ്ങൾക്ക് ഒരുപാട് പേര് CPM അല്ലാത്തതും ഇത്രയും വലിയ കാര്യം എന്താ ഇവിടെ നടക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരും വരുന്നുണ്ട്. രണ്ടും നടക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു സ്റ്റാർട്ടിങ് ലോഞ്ച് പാഡാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അല്ല, നവകേരള എന്താണെന്ന് പറഞ്ഞു. ഇനി അടുത്താണ് ജനുവരിയിൽ, അത് CPM നടത്തുന്ന സമരമാണ്, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സമരമാണ്. ഈ നവകേരളം കൈവരിക്കുന്നതിന് കേന്ദ്രം ഇങ്ങനെ തടസ്സം നിൽക്കുകയാണ്. ആ കേന്ദ്രത്തിനെതിരായ സമരം, ശക്തമായ സമരമായിരിക്കും കേട്ടോ. അപ്പോൾ വിഷമത്തിലാവുക കോൺഗ്രസ്സാ. ഇപ്പം തന്നെ വിഷമത്തിലാണ്. കണ്ടില്ലേ, പാർലമെൻറ്റിൽ ഒരു അടിയന്തര പ്രമേയം കൊടുക്കുന്നു. 5 കൊല്ലത്തിനിടെ ആദ്യമായിട്ടാണ്. അതും കിട്ടൂലെന്നൊക്കെ അറിയാം, എന്നാലും കൊടുക്കണം. നിങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങൾ കൊടുത്തോളം വേറെ എന്നൊക്കെ പറയാൻ നിർബന്ധനായി തീരുന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഈ ലൈനുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടും. അതുകൊണ്ട് പ്രചരണം ജനുവരിയിൽ അങ്ങ് ആരംഭിക്കണേ. ഇതിന് അടിത്തറ ഇട്ടിരിക്കുക ലോഞ്ച് പാഡ്. ജനുവരിയിൽ ഈ നവകേരളം കൈവരിക്കുന്നതിന് തടസ്സം ഈ പെൻഷൻ കിട്ടാത്തത് എന്താ? മാസം ഈ നിർമ്മല സീതാരാമനാ
ആ പെൻഷൻ കമ്പനി ഉണ്ടായപ്പോൾ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അവർ തന്നെ പിഴയിടാക്കാൻ വന്നിരിക്കുകയാണ്. ഇതുപോലെ ഓരോന്നും എന്തുകൊണ്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കാത്തത്? ഇവർ കടം കുറയ്ക്കട്ടെ, കേരളത്തിന് കൂടെ കുടിശ്ശിക കയറട്ടെ, അന്ന് കൂട്ടുന്നു പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവങ്ങൾക്ക് അത് മനസ്സിലാവും ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം അതാണ്. പത്തനംതിട്ടയിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങ്? പത്തനംതിട്ടയിൽ നിന്ന് തുടരാനുള്ള സാധ്യതയുണ്ടോ? ഒരു പാർട്ടി ചുമതലകൾ സാധ്യത. അത് മറ്റൊന്നും നമ്മളിത് കാണേണ്ടതില്ല. ഒന്നും വേണ്ട. ഞാനിപ്പോൾ ചുമതല ഇവിടെ പത്തനംതിട്ട തന്നിരിക്കുക. എവിടെ ചുമതലയുണ്ടോ അവിടെ പണിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേറൊന്നും വ്യാഖ്യാനിക്കും വേറൊന്നും വേണ്ട. പക്ഷേ ഒരു സംശയം വേണ്ട, പത്തനംതിട്ട ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ജയിക്കും കേട്ടോ. ഒരു DCC പ്രസിഡന്റ് വന്നപ്പോൾ നമ്മൾ 5 മണ്ഡലവും ജയിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ DCC പ്രസിഡന്റും കൂടി വന്നപ്പോൾ യാതൊരു സംശയമുണ്ടോ? ശരി, ഞാനതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. വലിയ അടിയൊഴുക്ക് ഇടതുപക്ഷത്തേക്കുണ്ട്, വളരെ പ്രകടമാണ്. എന്തായാലും നിലപാട് പറഞ്ഞു. ഒടുക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പും പറഞ്ഞു വെക്കുന്നുണ്ട്. നവകേരളത്തിന് ശേഷം ഇനി കാണാനിരിക്കുന്നത് CPIM-ന്റെ സമരമാണ്. അത് കേന്ദ്രത്തിനെതിരായ സമരമാണെന്ന് ഡോക്ടർ TM തോമസ് ഐസക്ക, CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ പ്രഖ്യാപിക്കുന്നു. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.